8051 ഇൻട്രപ്റ്റ്സിന്റെ രണ്ടാമത്തെ ക്ലാസ്. ഇൻട്രപ്റ്റ് വെക്ടർ ടേബിൾ ഫോർ 8051. എത്ര ഇൻട്രപ്റ്റ്സ് ആണുള്ളതെന്ന് നമ്മൾ പഠിച്ചത്? 6 ഈ 6 പേരെന്തൊക്കെയാ? റീസെറ്റ്, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് 0 ഓർ INT 0, ടൈമർ 0 ഇൻട്രപ്റ്റ് TF0, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് 1 ഓർ INT 1, ടൈമർ 1 ഇൻട്രപ്റ്റ് TF1, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റ് RI ആൻഡ് TI. ഇതിനെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ റീസെറ്റ്, INT 0, TF0, INT 1, TF1, RI ആൻഡ് TI. ഇതിൽ INT 0, INT 1 ഇൻട്രപ്റ്റ് രണ്ടെണ്ണം പേര് തന്നെ അടിക്കാം. TF0, TF1 അപ്പോൾ തന്നെ 4 ഇൻട്രപ്റ്റ് ആയി. ദെൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻട്രപ്റ്റ് ആണ്, രണ്ടിനും കൂടി ഒരു റീസെറ്റ് ഇൻട്രപ്റ്റ്. റീസെറ്റ് സിസ്റ്റം റീസെറ്റ് ആണ്. അപ്പോൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും വ്യക്തമാക്കി. നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിന്റെ ബെൽ റിങ് ചെയ്യുമ്പോൾ നമ്മൾ പോയി ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഇൻട്രപ്റ്റ് ആണ്. ഫോണിന്റെ ബെല്ല് റിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നിർത്തിയിട്ട് പോയി ഫോൺ എടുത്ത് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഫോൺ ഡിസ്കണക്ട് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ആ വർക്ക് തുടരുന്ന ആ പ്രോസസ്സാണ് ഇൻട്രപ്റ്റ്. അതേപോലെ ഫോണിന്റെ ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഫോണിന്റെ അടുത്തേക്ക് പോകുന്നത് പോലെ ഇൻട്രപ്റ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രപ്റ്റിന് അഡ്രസ് ഉണ്ട്. ഇൻട്രപ്റ്റ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൂടി പറയും. വെറുതെ ഹിറ്റ് ചെയ്താൽ മാത്രം പോരാ. അപ്പോൾ ആ അഡ്രസ്സിനെയാണ് നമ്മൾ വെക്ടർ ടേബിളിൽ അറിയിച്ചിരിക്കുന്നത്. അത് പറഞ്ഞാൽ റീസെറ്റ് ഇൻട്രപ്റ്റ് ആണ് നമുക്ക് ഒക്കർ ചെയ്യുന്നതെങ്കിൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ 0000. ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടർ ബ്രാഞ്ചസ് ടു 00. പ്രോഗ്രാം കൗണ്ടർ ഉണ്ടല്ലോ 8051ന്റെ നെക്സ്റ്റ് എന്ന് പറയുന്ന ആളാണ് പ്രോഗ്രാം കൗണ്ടർ. നേരത്തെ പഠിച്ചിട്ടുണ്ട്. അയാളുടെ അഡ്രസ് 0000 ആകുമെന്ന് അർത്ഥം. ഇനി എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ആണോ ഹിറ്റ് ചെയ്യുന്നതെങ്കിലോ പ്രോഗ്രാം കൗണ്ടറിലെ അഡ്രസ് 0003 ആവും. അവിടേക്ക് പ്രോഗ്രാം ബ്രാഞ്ച് ചെയ്യും. 0003യിലാണ് നമ്മുടെ പ്രോഗ്രാം എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതേണ്ടത്. ടൈമർ 0 ഇൻട്രപ്റ്റ് ആണ്, TF0 ഇൻട്രപ്റ്റ് ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിലോ 000Bയിലേക്ക് പ്രോഗ്രാം ബ്രാഞ്ച്. ഈ അഡ്രസ് ആണ് ഈ വെക്ടർ ടേബിൾ. ഈ അഡ്രസ്സിലേക്ക് മാത്രമേ പ്രോഗ്രാം ബ്രാഞ്ച് ചെയ്യുള്ളൂ. ഇവിടെയാണ് നമ്മൾ വേണ്ടുന്ന പ്രോഗ്രാം എഴുതേണ്ടത്. എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് 1 ആണെങ്കിലോ 0013H അതിലേക്കാണ് പ്രോഗ്രാം ബ്രാഞ്ച് ചെയ്യപ്പെടുന്നത്. ടൈമർ 1 ഇൻട്രപ്റ്റ് ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് 001B എന്നാകും. ഇത് ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അവിടേക്കായിരിക്കും പ്രോഗ്രാം ബ്രാഞ്ച് ചെയ്യപ്പെടുക. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻട്രപ്റ്റ് RI ആണോ TI ആണോ ഏതൊക്കെ ചെയ്താലും 0023H എന്ന് പറഞ്ഞ ഹെക്സാഡെസിമൽ ആണ്. അവിടേക്കാണ് പ്രോഗ്രാം ബ്രാഞ്ച് ചെയ്യുക. പ്രോഗ്രാം ബ്രാഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റ് അങ്ങോട്ട് മാറും. നെക്സ്റ്റ് 0023യിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിലോ നെക്സ്റ്റ് 003യിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ എന്താണോ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അവിടെയാണ് നമുക്ക് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ എഴുതേണ്ട അഡ്രസ് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് അഡ്രസ്. ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് തമ്മിൽ 3 ലൊക്കേഷന്റെ വ്യത്യാസമേ ഉള്ളൂ. 0023 റീസെറ്റ് ആയതുകൊണ്ട് 3യിൽ തുടങ്ങുന്നു. പിന്നെ ഉള്ളതിലെ 8 ബിറ്റ് മൈക്രോ കൺട്രോളർ ആണ്ട് 8ന്റെ ഗ്യാപ്പാണ് നോക്കുക. 3 കഴിഞ്ഞാൽ 8 ലൊക്കേഷൻ കഴിയുമ്പോൾ B ആയി, B കഴിഞ്ഞാൽ 8 കഴിയുമ്പോൾ 13 ആയി, 13 കഴിഞ്ഞാൽ 8 കഴിയുമ്പോൾ 1B ആയി, 1B കഴിഞ്ഞാൽ 8 കഴിഞ്ഞാൽ 23 ആയി. 8ന്റെ ഓർഡറിൽ ഹെക്സാഡെസിമൽ ആയതുകൊണ്ടാണ് ഈ Bയും 13യും വന്നത്. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 3 കഴിഞ്ഞ് 4, 5, 6, 7, 8, 9 AB എന്നുള്ളതാണ്. അതാണ് 8. അപ്പോൾ 8 വെച്ചുള്ള ലൊക്കേഷനാണ്. അപ്പോൾ അത് കാണാൻ പഠിക്കാനായിട്ട് നമുക്ക് ഓർത്ത് വേണമെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോൾ അതാണ് അതിനകത്ത് ഒരു പോയിന്റ്. ഇനി റീസെറ്റ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ പിൻ 9 ഈസ് റീസെറ്റ്. ഈ പിൻ 9ൽ ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം റീസെറ്റ് ആവുകയും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം 0000 ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടർ 0യിൽ നിന്ന് തുടങ്ങും. അതാണ് റീസെറ്റ്. ഇതിന്റെ അഡ്രസ്സോ ഈ എക്സ്റ്റേണൽ 2 ഇൻട്രപ്റ്റ് മാത്രമേ പുറത്തുനിന്നുള്ളൂ. എക്സ്റ്റേണൽ ഹാർഡ്വെയർ INT 0, INT 1 അതിന്റെ അഡ്രസ് എന്താണ്? P3.2, P3.3. പോർട്ട് 3യിലെ 0.2യും പോർട്ട് 3യിലെ 0.3 എന്ന് പറഞ്ഞ പിന്നും, അതായത് പിൻ നമ്പർ 12ഉം 13ഉം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻട്രപ്റ്റുകൾ. അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു വാട്ടർ ലെവൽ കൺട്രോളറോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ACയോ അങ്ങനെയുള്ള എന്ത് കൺട്രോളിംഗ് വന്നാലും അതിൽ നിന്നുള്ള സിഗ്നൽ ഒരു സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നലിനെ നമുക്ക് പിൻ നമ്പർ 12ലോ 13ലോ കൊടുത്ത് മൈക്രോ കൺട്രോളറിനെ ഇന്ററപ്റ്റ് ചെയ്യാം. ഓക്കെ. ടൈമർ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ ആണ്. അത് എക്സ്റ്റേണൽ ആയിട്ട് കിട്ടുന്നതല്ല. ടൈമർ എണ്ണി തീർന്നു എന്ന് മൈക്രോ കൺട്രോളറിനെ അറിയിക്കുകയാണ്. നമ്മൾ ടൈമർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ടൈമർ എണ്ണി തീരുമ്പോൾ ഒരു ഫ്ലാഗ് വരും, ടൈമർ ഫ്ലാഗ്. അത് നമ്മൾ അവിടുത്തെ കേസിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തായിരുന്നു? പോളിംഗ് മെത്തേഡ് ആയിരുന്നു, ഇന്ററപ്റ്റ് മെത്തേഡ് ആയിരുന്നില്ല. ഇന്ററപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ഫ്ലാഗ് ക്ലിയർ വരുന്നത് അപ്പോൾ ഇന്ററപ്റ്റ് ചെയ്യും. അത് ഇന്റേണൽ ആണ്. അത് 2 ഇന്റേണൽ ആണ്. ടൈമർ 2 ഇന്റേണൽ. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. ഫ്ലാഗ് എത്തി, സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്താ? ഡേറ്റ അയച്ചു തീർന്നു എന്നുള്ള അറിയാൻ വേണ്ടി ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗും ഒരു ഡേറ്റ SBUFലേക്ക് കിട്ടിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി RI ഫ്ലാഗ് ഉപയോഗിക്കും. ഇത് നമ്മൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതും അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇത് ഇന്ററപ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇവിടുത്തെ കേസിൽ വരും. അപ്പോൾ ഇന്ററപ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് 2 മാത്രമേ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ.
അപ്പോൾ മൈക്രോ കൺട്രോളർ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണോ ഇന്ററപ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അവിടെ നിർത്തിയതിനു ശേഷം ഇന്ററപ്റ്റ് പറയുന്ന ISRലേക്ക് ജമ്പ് ചെയ്യും. ഇന്ററപ്റ്റിൽ പറയുന്ന ISRലെ വർക്ക് ചെയ്തതിനു ശേഷം റിട്ടേൺ ചെയ്യുന്ന എങ്ങോട്ടാണ്, മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരും. ഇതാണ് സാധാരണഗതിയിൽ ഒരു ഇന്ററപ്റ്റിന്റെ റൊട്ടീൻ എന്ന് പറയുന്നത്. ഇനി എനേബിളിംഗ് ആൻഡ് ഡിസേബിളിംഗ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. എനേബിളിംഗ് ആൻഡ് ഡിസേബിളിംഗ് ആൻഡ് ഇന്ററപ്റ്റ്. അപ്പോൾ റീസെറ്റ് ഓൾ ഇന്ററപ്റ്റ്സ് ആർ ഡിസേബിൾഡ്. ശരിയാണല്ലോ, എല്ലാ ഇന്ററപ്റ്റും ഡിസേബിൾ ആയിരിക്കും. പിന്നെ ദ ഇന്ററപ്റ്റ്സ് മസ്റ്റ് ബി എനേബിൾഡ് ബൈ സോഫ്റ്റ്വെയർ. പിന്നെ അതിനെ എനേബിൾ ചെയ്യണം, എന്നാൽ മാത്രമേ ഇന്ററപ്റ്റ് ആക്ട് ചെയ്യുള്ളൂ. ദർ ഇസ് എ രജിസ്റ്റർ കോൾഡ് IE. ഇവിടെ ഒരു പുതിയ രജിസ്റ്റർ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് IE രജിസ്റ്റർ, ഇന്ററപ്റ്റ് എനേബിൾഡ് രജിസ്റ്റർ. IE രജിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എനേബിളിംഗ് ആൻഡ് ഡിസേബിളിംഗ് ദ ഇന്ററപ്റ്റ്സ്. ഇതിനെ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാൻ ഈ IE രജിസ്റ്റർ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. IE ഈസ് എ ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ. ഓരോ ബിറ്റും നമുക്ക് അഡ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ പഠിക്കാൻ പോവാണ്, IE രജിസ്റ്റർ. ആ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ററപ്റ്റ്സിനെ എനേബിൾ ചെയ്യുന്നത്. സിസ്റ്റം സ്റ്റാർട്ടിൽ തന്നെ റീസെറ്റ് ആണ്. റീസെറ്റ് ആകുമ്പോൾ തന്നെ ഇന്ററപ്റ്റ്സ് എല്ലാം നോർമലി ഡിഫോൾട്ട് വാല്യൂ ഡിസേബിൾഡ് ആണ്. പിന്നെ അതിനെ എനേബിൾ ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.